What's up, Chelsea fans, football fans? Welcome back, boys, to Chelsea Car Run channel. Now, Noni Madueke to Arsenal. Possible deal. And ഇത് കേൾക്കുന്തോറും കൂടുതൽ വാർത്തകൾ വരുന്തോറും ദാറ്റ് കുഡ് ഹാപ്പൻ എന്നുള്ളത് കേൾക്കുന്നു. കാരണം ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ചെൽസി വിൽക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ആർസണലിന് താല്പര്യമുണ്ട്, നോണി മാഡുവയ്ക്ക് ഒരു താല്പര്യമുണ്ട്. അപ്പൊ 3 പാർട്ടിക്കും താല്പര്യമുണ്ട് ഈ ഡീലിലേക്ക്. ആ ഡീലിലേക്ക് നടക്കാവുന്നത് കൊണ്ട് മോസ്റ്റ്ലി ഈ ഒരു ഡീൽ അങ്ങോട്ട് ചായഞ്ഞ് പോവാം എന്നുള്ള രീതിയിൽ. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഓൾറെഡി വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നോണി മാഡുവയ്ക്ക് നിൽക്കുന്ന ഒരു മണ്ടത്തരമായിരിക്കും എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആൻഡ് ഐ സ്റ്റിൽ സ്റ്റാൻഡ് ബൈ ദാറ്റ്. അതിന് ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നു നോണി മാഡുവയ്ക്ക് കുഡ് എക്സ്പ്ലോർഡ് ഒരു 50-50 സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഒന്നില്ലെങ്കിൽ അവൻ എക്സ്പ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ അവനൊരു സെന്റ് മാക്സിമൻ ആവുള്ളൂ. അത് നമുക്ക് സമയമേ തെളിയിക്കുള്ളൂ. പക്ഷേ ഈസ് ഗോയിങ് ടു ആർസണൽ. നൗ സ്വാഭാവികമായിട്ട് ട്വിറ്റർ യൂസേഴ്സ് കുറെ വീഡിയോസ്, കുറെ അഭിപ്രായങ്ങൾ മറ്റേത് മറിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ തോട്ട് ഹീസ് ഗോയിങ് ടു ആർസണൽ. ആർസണൽ എന്നാലും ഫസ്റ്റ് ചോയ്സ് അല്ല. ദർ ഇസ് ഓൾറെഡി സാക്ക ആയിരിക്കും ഫസ്റ്റ് ചോയ്സ്. ഓഡിഗാർഡും ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോണി മാഡുവയ്ക്ക് ഒരു റെഗുലർ ഗെയിം ടൈമർ ആവില്ല, റെഗുലർ സ്റ്റാർട്ട് ആവില്ല. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്ന പോലെ ഗെയിം ടൈം ഒരുപാട് കിട്ടില്ല, അവിടെയും കിട്ടില്ല. അപ്പൊ ഇവിടെ ചെൽസിയുടെ കേസിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അവിടെ പിന്നെ സാക്കയുടെ സപ്പോർട്ടിംഗ് റോൾ ആയിട്ടായിരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവന് റൈറ്റ് വിംഗിലും കളിക്കാം. സോ ക്യാൻ ഹി എക്സ്പ്ലോർഡ് ഇൻ ദാറ്റ് സിസ്റ്റം? ഐ മീൻ നോണി മാഡുവയ്ക്ക് ഒരു പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവനെ സക്സസ്ഫുൾ ആയിട്ട് കാണണം. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവന് വേണ്ടത് റെഗുലർ ഗെയിം ടൈം ആണ്. അവൻ ഹി ഷുഡ് സ്റ്റാർട്ട് ഓൾ ഗെയിംസ്. അവനൊരു 90 മിനിറ്റ് റെഗുലർലി അവൻ കളിച്ചുകൊണ്ടിരിക്കും. അവനെ കളിക്കണം എന്നുള്ള വാശിയുള്ള ഒരു തരത്തിലുള്ള പ്ലെയർ ആണ്. ഇച്ചിരി അരഗൻസും ഉള്ള ഒരു പ്ലെയർ ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയറിന് അവിടെ പോയിട്ട് വീണ്ടും ബാക്കപ്പായി കളിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോർഡ് ചെയ്യാനുള്ള ഒരു സമയമുണ്ടോ, സാഹചര്യമുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. അത് അയാൾ കൊള്ളാം, ക്ലബിനും കൊള്ളാം, ആർസണലിനും കൊള്ളാം. പക്ഷെ അതെല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നില്ല ഒരു കേസിൽ. അപ്പോ അതൊരു ചോദ്യം. ഇവൻ ന്യൂ കാസിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു ക്ലബിലേക്ക് പോയി കഴിഞ്ഞാൽ, റെഗുലർ ഗെയിം ടൈം കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ, എന്നെ സംബന്ധിച്ച് നോണി മാഡുവയ്ക്ക് ഒരു മാസീവ് അഡ്വാൻറ്റേജ് ആയനെ. എന്റെ ചിന്താഗതി അവിടെയല്ല. ഞാൻ മുഹമ്മദ് കുഡൂസിനെ കുറിച്ച് കുറച്ച് നാളെ ഞാൻ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഇന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ, ശനിയാഴ്ച ആണെങ്കിൽ, അല്ല വെള്ളിയാഴ്ച ആണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഈ വീഡിയോ. മുഹമ്മദ് കുഡൂസ് ആണ് നമ്മൾ മേടിക്കണമെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് നോണി മാഡുവയ്ക്ക്, ഐ എം ഓൾ ഇൻ. ഐ എം 100% ഇൻ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോണി മാഡുവയ്ക്ക് എന്താണോ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന റൈറ്റ് വിംഗിൽ അത് തന്നെ കുഡൂസിനും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോണി മാഡുവയ്ക്ക് പകരം കുഡൂസിനെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് ദ സെയിം പ്ലെയർ, അല്ലെങ്കിൽ ഒരു സെയിം സ്റ്റൈൽ ഓഫ് പ്ലെയർ. പക്ഷെ അത് മാത്രമല്ല, ക്വാളിറ്റി മറ്റേത് മറിച്ചതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. കുഡൂസിന്റെ വേറെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാനത് വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരന് റൈറ്റ് ഹാഫ് സ്പേസിൽ കളിക്കാൻ പറ്റും. അപ്പൊ കോൾ പാൽമർ ആൻഡ് മുഹമ്മദ് കുഡൂസിന്റെ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ, കോൾ പാൽമർ ഇസ് എ ക്രിയേറ്റർ, കുഡൂസ് എന്ന് പറഞ്ഞ ഒരു ഡ്രിബിളർ ഉള്ളിലേക്ക് കയറിപ്പോവാൻ. അപ്പൊ നമുക്കൊരു ലോ ബ്ലോക്ക് ഒക്കെ ഫേസ് ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന്, അല്ലെങ്കിൽ നമ്പർ 10 സ്പോട്ടിൽ നിന്ന് ബോൾ എടുത്ത് കൺട്രോൾ ചെയ്ത് പ്ലേയേഴ്സിന് ഒന്ന് രണ്ട് പേരെ ഡിഫീറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റിയാണ് കുഡൂസിനുള്ളത്. നോണി മാഡുവയ്ക്ക് അതേ ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നോണി മാഡുവയ്ക്ക് ഈസ് പ്ലേയിങ് പ്യോർലി ആസ് ആൻ ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ. കുഡൂസിന് അങ്ങനെയല്ല. ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ മാത്രമല്ല, ഒരു നമ്പർ 8/10 റോളും കളിക്കാം. അപ്പൊ അവന് വ്യത്യസ്തകരമായിട്ട് 2 റോള് കളിക്കാം. ഒരു വേഴ്സറ്റാലിറ്റിയും കൊണ്ടുവരും. പിന്നെ പോരാത്തതിന് ചില സമയത്ത് നമ്മൾ കാണുന്നുണ്ട് കോൾ പാൽമർ റൺസ് ഔട്ട് ഓഫ് ഗ്യാസ്. അവൻ ടയർഡായി പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവന് ഈ പറയുന്ന പോലെ ക്രിയേറ്റിവിറ്റി അവന്റെ മനസ്സിൽ വരുന്നില്ല. അതാവുമ്പോഴത്തേക്കും അവിടെ അതിന് പകരം അവൻ കളിക്കാനായിട്ട് കുഡൂസിന് പറ്റും. അപ്പൊ നമ്മൾ കോൾ പാൽമറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഡൂസ് അവിടെ കളിച്ചാലും റൈറ്റ് സൈഡിൽ വി സ്റ്റിൽ ഹാവ് നെറ്റോ അല്ലെങ്കിൽ എസ്താവോ വില്യൻ. ആൻഡ് പോരാത്തതിന് കുഡൂസ് വന്നു കഴിഞ്ഞാൽ എസ്താവോ വില്യന് വളരാനായിട്ട് ചാൻസ് കിട്ടും. കാരണം പെഡ്രോ നെറ്റോ എനിക്ക് തോന്നുന്നില്ല ഈസ് എൻ ഔട്ട് ആൻഡ് ഔട്ട് 1v1 വിംഗർ ടൈപ്പ് ഒരു പ്ലെയർ അല്ല. പെഡ്രോ നെറ്റോന്റെ പേഴ്സണാലിറ്റി കൊണ്ട് മാത്രം അവൻ പെർഫോം ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അവന്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി കാരണം ഒരു ശൈലി നോക്കാൻ നേരത്ത് ആ ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ ശൈലിയിലല്ല. ഒരു ബെസ്റ്റ് അവൻ ട്രാൻസിഷൻ അറ്റാക്കിന് ടീമിന് പറ്റിയ പ്ലെയർ ആണ്. ഒരു പൊസിഷൻ ബേസ്ഡ് ടീമിന് പറ്റിയ പ്ലെയർ അല്ല. പക്ഷേ ഹിസ് കോൺട്രിബ്യൂഷൻ ഹാസ് ബീൻ എക്സലന്റ്. അപ്പോൾ എസ്താവോ വില്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ നോണി മാഡുവയ്ക്ക് ലൈക്ക് ടു ലൈക്ക്. പക്ഷെ എസ്താവോ വില്യന്റെ മേലുള്ള പ്രഷർ ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തലവേദനയാവും. കുഡൂസ് മേക്സ് എ ലോട്ട് ഓഫ് സെൻസ്. എസ്താവോ വില്യന് വളരാനുള്ള ഒരു ചാൻസ് കിട്ടും. 1 ഹോൾ സീസൺ വിത്ത് അസ് നോണി മാഡുവയ്ക്ക് പോയതിന്റെ ഒരു അഭാവം നികത്താനും പറ്റും. ദ പ്രോബ്ലം വിത്ത് കുഡൂസ് ഇസ് ഹിസ് പ്രൈസ്. 75 മില്യൺ ആണ്. ആൻഡ് നമ്മൾ കുറെ പ്ലേയേഴ്സിനൊക്കെ ഓഫർ ചെയ്തിട്ടും വെസ്റ്റ് ഹാം പറയുന്നു നമുക്ക് കുഡൂസിന്റെ ഡീൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നടത്തണം എന്നുള്ളത്. ദാറ്റ് വിൽ ബി ട്രിക്കി.
നമ്മൾ നോണി മാഡ്വിക്കിനെ 45 മില്യൺ 50 മില്യൺ പൗണ്ടിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു 25 മില്യൺ വീണ്ടും കുഡൂസിനെ ചെലവഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദാറ്റ് എ ഗുഡ് ബിസിനസ് ഡീൽ? ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് ടീമിനെ സംബന്ധിച്ച് അത് നല്ലൊരു അഡീഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് നോണി മാഡ്വിക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയർ ആണ്. ഹി ക്യാൻ റിയലി എക്സ്പ്ലോർഡ്. എവിടെ പോയെന്നനുസരിച്ചിരിക്കും. ആർസണലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഗെയിം ടൈം കിട്ടില്ല, ചെൽസിയിൽ എന്തുന്നാലും കിട്ടില്ല, ആർസണലിൽ ചിലപ്പോൾ അത്രയും കിട്ടിയില്ലെന്ന് വരും. പക്ഷെ അതിന്റെ റീപ്ലേസ്മെന്റ് കുഡൂസ് ആണെങ്കിൽ ഫാന്റാസ്റ്റിക്. പക്ഷെ കുഡുവിന്റെ പ്രൈസ് 75 മില്യൺ ആണെങ്കിൽ ദാറ്റ്സ് വെരി എക്സ്പെൻസീവ് എന്നെ സംബന്ധിച്ച്. ദാറ്റ്സ് മൈ തോട്ട്സ്. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Signing off, SK from Chelsea Car and